കോഴിക്കോട് മലാപ്പറമ്പ് പ്രൊവിഡൻസ് കോളേജിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ അവശ്യ സാധനങ്ങൾ പോലും കിട്ടുന്നില്ല എന്ന് പരാതി. വസ്ത്രവും ഭക്ഷണവും കിട്ടാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. ക്യാമ്പിൽ എത്തിയപ്പോൾ ഉണ്ടായിരുന്ന വസ്ത്രം തന്നെയാണ് ഉണക്കി വീണ്ടും ധരിക്കുന്നത്. മരുന്ന് കഴിക്കുന്നവർക്ക് പോലും ഭക്ഷണം കിട്ടാൻ ബുദ്ധിമുട്ട് നേരിടുകയാണെന്നും ക്യാമ്പിലുള്ളവർ പറയുന്നു. ഇവിടെ സൗകര്യങ്ങൾ വെച്ചാൽ ഇവിടെ ഞങ്ങൾ വന്നേരം വളരെ മോശമാണ്. മോശം വെച്ചാൽ ഞങ്ങൾക്കൊരു വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു ബ്രഷും കൂടിയുമ്പോൾ എടുക്കാൻ കഴിയാത്ത സാഹചര്യമായിരിക്കും. അതിവിടെ വന്ന് ചോദിച്ചതിനെ കൊണ്ട് ഞങ്ങൾക്കൊരു അങ്ങനത്തെ ഒരു വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇവിടുന്ന് സിസ്റ്റേഴ്സ് പറഞ്ഞത് ഞങ്ങളോട്, നിങ്ങളെന്താ വീട്ടിൽ നിന്ന് ബ്രഷ് എടുത്ത് വരണ്ടേന്നാണ് ഞങ്ങളോട് ഇവിടെ നിന്ന് ചോദിച്ചത്. പിന്നെ ഒരു സോപ്പ് ചോദിച്ചാൽ കിട്ടാൻ വേണ്ടി എല്ലാം ഒരു ഭക്ഷണമാണെങ്കിലും അത് ഞങ്ങൾക്ക് എന്താ അഭയാർത്ഥിക്ക് തരുന്ന മാതിരി ഞങ്ങൾക്ക് ഇന്നലെ രാത്രി ഇവിടെ ഭക്ഷണം ഒരു ചോറും ഒരു ചെറുപയറിൻ്റെ ഇതൊന്ന് പച്ചവെള്ളത്തിലിട്ട് വേവിച്ചിട്ട് അങ്ങനത്തെ ഒരു ഭക്ഷണമാണ്. അച്ചാറും അതിന് ഞങ്ങളിവിടെ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അങ്ങനെ പല ഒരു കുടുംബത്തിൽ ഒരു 3-4 ആളുകളുള്ള ഒരു കുടുംബത്തിന് ഒരു പായും ഒരു ബെഡ്ഷീറ്റുമാണുള്ളത്. പിന്നെ അത് പറഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കി. അതിന് ശേഷം ഞങ്ങൾക്ക് ഇവിടെ പായും ബെഡ്ഷീറ്റും കൊടുത്ത്, പിന്നെ ഭക്ഷണം ഇവിടെ സൂക്കേടുകാർ, ഇവിടെ ഹാർട്ട് പേഷ്യൻ്റ്, ക്യാൻസർ പേഷ്യൻ്റ്, മക്കൾ എല്ലാം ഉണ്ട്. ഇവിടെ രാവിലെ ഒരു ചായ കഴിഞ്ഞാൽ ഇവിടെ ഭക്ഷണം കിട്ടുന്നത് 1:30. അതിവിടെ അതിൻ്റെ ഇടയിൽ ഒരു സാധനമില്ല. ജില്ലയിൽ 30 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 1021 പേരാണ്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും മുബാറക്കാണ് ചേരുന്നത്. മുബാറക്ക്, വലിയ ദുരിതത്തിലാണ്. അവരുടെ വാക്കുകളിൽ നിന്നും അത് വ്യക്തമാണ് എന്നുള്ളതാണ്. ഈ പെട്ടെന്ന് മഴ വരുന്നു, അല്ലെങ്കിൽ ആളുകൾ മാറി താമസിക്കാൻ പറയുന്നു, എന്തെല്ലാം എടുക്കാൻ പറ്റും എന്നുള്ളതിൽ ചോദ്യമുണ്ട്. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ബന്ധപ്പെട്ട അധികൃതരുടെ ഉത്തരവാദിത്തമാണ്. അവിടെയാണ് അത് ചോദിക്കുമ്പോൾ അഭയാർത്ഥികളോട് എന്ന പോലെ അവരോട് പെരുമാറുന്നു എന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലിന് ഇനി സാധ്യതയുണ്ടോ? ഈ വാർത്തയൊക്കെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ദുരിതം ബന്ധപ്പെട്ട അധികൃതർ കാണുമോ? വിവരങ്ങൾ സ്വാതി പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും, അതായത് ഒരു ദുരിതം നേരിട്ട സമയത്ത് കിട്ടിയതും എടുത്ത് ജീവൻ പണയം വെച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചവരാണ് അവർ. അവർക്ക് വസ്ത്രങ്ങളോ അല്ലെങ്കിൽ മറ്റ് അവശ്യ വസ്തുക്കളോ ഒന്നും തന്നെ കയ്യിൽ കരുതാനുള്ള സമയമോ സാവകാശമോ ലഭിച്ചിരുന്നില്ല. അങ്ങനെ ക്യാമ്പുകളിൽ എത്തി അവരുടെ ആവശ്യങ്ങൾ ഈ പ്രവർത്തകരോട് ചോദിച്ചപ്പോഴാണ് അതൊന്നും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ്. ഈ കോഴിക്കോട് മലാപ്പറമ്പ് പ്രൊവിഡൻസ് കോളേജിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ് ഇത്തരത്തിൽ ചില ദുരന്തബാധിതർക്ക് ഇത്തരത്തിലൊരു അവസ്ഥ നേരിടേണ്ടി വന്നത്. ഈ നെഞ്ചോളം വെള്ളപ്പൊക്കത്തിൽ നിന്ന് വന്ന വസ്ത്രം ഇട്ട്, അതായത് 3 ദിവസവും ആ നനഞ്ഞ വസ്ത്രം വീണ്ടും ഉണക്കി ധരിക്കേണ്ട ഒരു അവസ്ഥ അവർക്ക് വന്നു എന്നുള്ളതാണ്. കൂടാതെ ഇന്ന് രാവിലെ അടക്കം പ്രഭാത ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ പേസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പോലും അതൊന്നും കൃത്യമായി ലഭിക്കാത്തൊരു സാഹചര്യം. കൂടാതെ ഒരു പായയാണ്, അതായത് ഒരു കുടുംബത്തിലെ 4 പേർക്ക് താമസിക്കാൻ ഒരു പായയാണ് നൽകിയത് എന്ന അടക്കമുള്ള പരാതികളാണ് ഈ ദുരന്ത ബാധിതർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെ ഈ രോഗികളുണ്ട്, അതായത് ഷുഗർ, പ്രഷർ ബാധിച്ച രോഗികളുണ്ട്. അവർക്ക് വിവിധ സമയങ്ങളിലെല്ലാം മരുന്നുകളടക്കം കഴിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഈ ഭക്ഷണമടക്കം രാവിലെ 8 മണിയത്തെ പ്രഭാത ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ ലഭിക്കുക 1:30-ക്കോ 2 മണിക്കോ ആണ്. അതുകൊണ്ട് ഈ ഭക്ഷണത്തിലെ കാലതാമസം അടക്കം അവിടെ പ്രശ്നമാകുന്നുണ്ട്. ഇതെല്ലാം ക്യാമ്പുകളിലെ പ്രശ്നങ്ങളായി അവർ പരാതി പറയുന്നു. എന്നിരുന്നാലും ഈ വിഷയത്തിൽ ദൈനംദിനം ഈ ജനപ്രതിനിധികളെല്ലാം സ്ഥലത്തെത്തുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഇതൊന്നും പരിഹരിക്കാൻ ആവുന്നില്ല എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ അടിയന്തരമായി എന്നുള്ളതാണ് ഈ ദുരന്ത ബാധിതരുടെ എല്ലാം ആവശ്യം. ഇവർക്ക് ആവശ്യമായിട്ടുള്ള അവശ്യ കിറ്റുകൾ, താമസിക്കുന്നതിന് ആവശ്യമായ ബെഡ്, പുതപ്പുകൾ, വസ്ത്രങ്ങളെല്ലാം അവിടെ ലഭ്യമാക്കേണ്ടതെല്ലാം ഉണ്ട്. സ്വാതി.